ഇപ്പോഴാണ് വിനേഷ് ഫോഗട്ട് ഇന്നലെ ഇപ്പോൾ അവർ ഫൈനലിലേക്ക് പ്രവേശിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അവരെ നടുറോഡിലിട്ട് ചവിട്ടിക്കൂട്ടിയ ഭരണകൂടത്തിനുള്ള മധുര പ്രതികാരം എന്ന മട്ടിലാണ് രാജ്യത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരും അതിനെ ആഘോഷിച്ചതെന്ന് ഓർക്കണം. കേവലമായ ഒരു ഇന്ത്യക്കാരുടെ ഫൈനൽ പ്രവേശനം എന്നതിനേക്കാൾ അപ്പുറം ന്യായമായ ആവശ്യങ്ങളുമായി സമരം ചെയ്ത രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്ന ഒരു വനിതയെ നിങ്ങൾ അപമാനിച്ചെങ്കിൽ അവരിതാ മെഡൽ നോട്ടം കൊണ്ട് മറുപടി പറയുന്നു എന്ന മട്ടിലാണ് രാജ്യമൊട്ടാകെ അതിനെ സെലിബ്രേറ്റ് ചെയ്തത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോഴാണ് അവിചാരിതമായി അവർ ഇങ്ങനെ ഒരു 100 ഗ്രാം കൂടുതലാണ് ഭാരം എന്ന പേരിൽ പുറത്താവുന്നത്. അത് വലിയ സംശയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. ആരാണ് വിനേഷ് ഫോഗട്ട് വിജയിക്കാൻ പാടില്ല, വിനേഷ് ഫോഗട്ട് മെഡലുമായി വരാൻ പാടില്ല, ആ മെഡലുമായി വരുന്നതിന് രാഷ്ട്രീയമായ മറുപടി രൂപം പോലും ഉണ്ടാവും എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവുമോ? ഉണ്ടെങ്കിൽ അവർ ആരാണ്? ആ സംശയങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കണ്ടെടുക്കാൻ പറ്റും. വിനേഷ് ഫോഗട്ട് തന്നെ കുറേ നാളുകൾക്ക് മുമ്പ്